രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരെ മികച്ച സ്കോർ ലക്ഷ്യമിട്ട് വിദർഭ 4 വിക്കറ്റിന് 254 റൺസ് എന്ന നിലയിലാണ് വിദർഭ ഉള്ളത്. രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കുക. 138 റൺസുമായി ക്രീസിലുള്ള ഡാനിഷ് മലേവാറും 86 റൺസ് എടുത്ത് പുറത്തായ കരുൺ നായരും ചേർന്നാണ് വിദർഭയെ മികച്ച നിലയിലെത്തിച്ചത്. 24 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റുകൾ നഷ്ടമായ വിദർഭ 4-ാം വിക്കറ്റിൽ 215 റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിച്ചു. MS ഹരികൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഹരി, ഈ തുടക്കം കണ്ടപ്പോൾ നമ്മളൊക്കെ വലിയ ആവേശത്തിലായിരുന്നു. കേരളത്തിന്റെ മികച്ച പ്രകടനം, അത് കഴിഞ്ഞ് കേരളത്തെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഒരു പടി മുന്നിൽ നിൽക്കുകയാണ് വിദർഭ. നമ്മുടെ സ്വപ്നങ്ങൾക്കൊക്കെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ വിദർഭ ഇനിയും മുന്നേറുമെന്ന് പ്രതീക്ഷിക്കണോ? എങ്ങനെയാണ് രണ്ട് ടീമുകളുടെയും ഇതുവരെയുള്ള കളി വിലയിരുത്തുമ്പോഴുള്ള അവരുടെ ഒരു ഫോം ഒക്കെ? ആര്യ പറഞ്ഞത് വ്യക്തമാണ്. കാരണം ആദ്യ സെഷനിൽ കേരളം വലിയൊരു മുന്നേറ്റത്തിൽ തന്നെയായിരുന്നു. 24-3 വിദർഭയെ അവരുടെ ഗ്രൗണ്ടിൽ കീഴടക്കാൻ കേരളത്തിന് സാധിച്ചു. പക്ഷേ രണ്ടാം സെഷനിലേക്ക് വന്നപ്പോഴേക്കും കാര്യങ്ങൾ മാറുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഡാനിഷ് മലേവറും കരുൺ നായരും കൂടി ചേർന്ന് ഒരു 215 റൺസ് പാർട്ണർഷിപ്പ് 4-ാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തപ്പോഴേക്കും കേരളത്തിന് ആദ്യത്തെ ദിവസത്തിലെ 2-3 സെഷനുകൾ വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷേ ഒരു ആശ്വാസകരമായ കാര്യമായി 215 റൺസ് പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ കേരളത്തിന് സാധിച്ചു എന്നുള്ളത്. അത് വിദർഭയുടെ ഏറ്റവും അനാവശ്യമായ റണ്ണൌട്ട് മലയാളിയായ കരുൺ നായറിനെ മുഹമ്മദ് അസറുദ്ദീൻ റണ്ണൌട്ട് ആക്കുകയാണ് ചെയ്തത്. അത് വളരെ ദേഷ്യപ്പെട്ട് കരുൺ നായർ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആദ്യത്തെ ദിനം എന്തായാലും പറയാം കേരളത്തിൻ്റെതല്ല. കാരണം ആദ്യത്തെ സെഷൻ മാത്രമായിരുന്നു കേരളത്തിൻ്റെതെന്നും 2-3 സെഷൻ വിദർഭയുടെ കയ്യിലുമായിരുന്നു. ഏകദേശം 284 റൺസിന് 4 വിക്കറ്റ് നഷ്ടത്തിൽ നിന്നാണ് വിദർഭ നിലവിൽ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം കേരളത്തിന് അതീവ നിർണായകമാണ്, പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയേ പറ്റൂ. ഡാനിഷ് മലേവർ ഒരറ്റത്ത് 138 റൺസിൽ നോട്ടൌട്ടായി നിൽക്കുമ്പോൾ യാഷ് താക്കൂറാണ് നിലവിൽ അദ്ദേഹത്തോടൊപ്പം ക്രീസിൽ നിൽക്കുന്നത്. 5 റൺസുമായിട്ടാണ് യാഷ് താക്കൂർ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം വിദർഭയെ ഓൾ ഔട്ട് ആക്കുക, ഒന്നുകിൽ ആദ്യത്തെ സെഷന് മുമ്പ് തന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ സെഷന്റെ പകുതിയോടുകൂടി തന്നെ വിദർഭയെ ഓൾ ഔട്ട് ആക്കി കേരളം ഇന്ന് ബാറ്റിംഗിന് ഇറങ്ങിയേ മതിയാവുകയുള്ളൂ. കാരണം 5 ദിവസം നീണ്ടു നിൽക്കുന്ന കളിയിലേക്ക് വീണ്ടും ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡിലേക്കുള്ള ഡ്രമാറ്റിക് നാടകീയമായ കാര്യങ്ങളിലേക്കൊന്നും കേരളത്തിന് ഇനി പോകാൻ താല്പര്യമില്ല. കാരണം ജമ്മുവിനെതിരെയും ഗുജറാത്തിനെതിരെയും ഒക്കെ ടെൻഷൻ അടുപ്പിച്ചാണ് കേരളം മുന്നോട്ട് പോയത് തന്നെ. അപ്പോൾ ഇന്നത്തെ ദിവസം കേരള ബൗളർമാർക്ക് അതീവ നിർണായകമാണ്. ഇന്നത്തെ ദിവസത്തിൽ ആദ്യത്തെ സെഷനുള്ളിൽ തന്നെ ആദ്യത്തെ 30 ഓവറിൽ തന്നെ വിദർഭയുടെ പല വിക്കറ്റുകളും വീഴ്ത്തുക, ഓൾ ഔട്ട് ആക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എങ്കിൽ മാത്രമേ കേരളത്തിന് കൂടുതൽ സാധ്യത, ഒരു വിജയത്തിലേക്കൊരു സാധ്യത നമുക്ക് മാറ്റാൻ പറ്റൂ. കാരണം നമുക്ക് 7 പതിറ്റാണ്ടായിട്ടുള്ള നമ്മുടെ സ്വപ്നമാണ് രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ പോലും മത്സരം ഇപ്പോഴും വിദർഭയുടെ കയ്യിൽ തന്നെയാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും സുവർണ അവസരം കേരളം ഇന്നത്തെ ദിവസത്തോടു കൂടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. MD നിതീഷും ഏതൻ ആപ്പിൾ ടോമുമാണ് 3 വിക്കറ്റുകൾ വീഴ്ത്തിയ ബൗളർമാർ. ഒരെണ്ണം റണ്ണൌട്ടാണ്. അപ്പോൾ നമ്മുടെ സ്പിന്നർമാർ ഇപ്പോൾ ജലജ് സക്സേനയും ആദിത്യ സർവാദിയുമായിരുന്നു ഗുജറാത്തിനെതിരായ മത്സരത്തിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ നിർണായകമായത്. പക്ഷേ ഇരുവർക്കും ആദ്യ ദിനത്തിൽ വിക്കറ്റുകളൊന്നും തന്നെയില്ല. സ്പിൻ ട്രാക്കിലേക്ക് കാര്യങ്ങൾ മാറാതെ പേസ് ബോളർമാർക്കായിരുന്നു കൂടുതൽ അനുകൂലം. അപ്പോൾ ഇന്നത്തെ ദിവസം പേസ് ബോളർമാരെ തന്നെ മുൻനിർത്തിക്കൊണ്ട് കേരളം ശക്തമായ അറ്റാക്കിങ്ങിൽ തന്നെയായിരിക്കാൻ പോകുന്നത്. വിദർഭയെ പിടിച്ചു കെട്ടുക, ആദ്യ സെഷനിനുള്ളിൽ തന്നെ പിടിച്ചു കെട്ടുക എന്നുള്ളതാണ് കേരള ബൗളർമാരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് നേടാൻ സാധിച്ചാൽ കേരളത്തിന് രണ്ടാം ദിനം കൈവെള്ളിയിൽ ഒതുക്കാൻ സാധിക്കും. ആര്യ, തീർച്ചയായും MS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വപ്ന കിരീടം രഞ്ജി ട്രോഫി ഈ മണ്ണിലേക്ക് എത്തണമെങ്കിൽ ഇന്ന് നാഗ്പൂരിൽ കേരളം നന്നായി വിയർത്തേ മതിയാകൂ എന്നുള്ളതാണ്. ഏറെ നിർണായകമായ ദിവസമാണ് കേരളത്തെ സംബന്ധിച്ച് ഇന്ന്.